വിശദമായ വാർത്തകൾ നോക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്തെത്തും. രാവിലെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളുമായി അജിം ഷാ ചേരുന്നുണ്ട്. അജിം ഷാ, അല്പസമയത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. അതുപോലെ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും അശ്വതി, അതായത് തിരുവനന്തപുരം തമ്പാനൂർ ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഫ്ളാഗ് ഓഫ് ഔദ്യോഗികമായുള്ള ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം എഴുത്തുകാരൻ കൂടിയായ ശ്രീ ജോർജ് ഓണക്കൂർ. വന്ദേ ഭാരത് കേരളത്തിനായി സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിക്കും പെട്ടെന്നുള്ള വേഗത്തിലുള്ള ഒരു പുരോഗതിക്ക് തീർച്ചയായിട്ടും ഗതാഗത രംഗത്തുണ്ടാകുന്ന ഏത് പുതിയ മാറ്റവും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് വളരെ വലിയൊരു മുന്നേറ്റമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വരുന്ന മുന്നേറ്റങ്ങളും എല്ലാം ഒരുപോലെ ഞാൻ സ്വാഗതം ചെയ്യുന്നയാളാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ല, ഞാനിവിടെ പങ്കെടുക്കുന്നേ ഉള്ളൂ. ട്രെയിനിൽ യാത്ര ചെയ്താലത്തൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് പോരുക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ പിന്നെ കാർ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുക ഒക്കെ ഉള്ള ഒത്തിരി ക്ലാഷുകളുണ്ട്. അതുകൊണ്ട് മാത്രം പോകുന്നില്ല. ഇനി ഒരു ദിവസം പോകാം. ഓക്കെ. അശ്വതി, അതായത് ഇവിടെ വലിയ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾക്കൊപ്പം ഇതൊരു വലിയ ആഘോഷമാക്കാൻ നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP പാർട്ടി പ്രവർത്തകരും ഒക്കെയും പ്രധാനമന്ത്രിയുടെ ഈ വരവ് വലിയ അർത്ഥത്തിൽ ഒരു ആഘോഷമാക്കി മാറ്റാനാണ് പുറപ്പെടുന്നത്. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അതിഥികളും മാധ്യമപ്രവർത്തകരും സ്കൂൾ കുട്ടികളും ഒക്കെ ചേർന്നിട്ടുള്ളവരാണ് വന്ദേ ഭാരതത്തിൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഈ ഉദ്ഘാടനത്തെ ഗംഭീരമാക്കാനും പ്രൗഢോജ്വലമാക്കാനും ഒക്കെയാണ് ഇവിടെ ജനസാഗരം എത്തിയിരിക്കുന്നത്. അവർ അവരുടെ ചെക്കിങ്ങുകളും മറ്റ് അതിൻ്റെ പ്രോസസ്സുകളും ഒക്കെ കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം 10:10 കൂടിയാണ് പ്രധാനമന്ത്രി എത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒക്കെയും ഈ ഉദ്ഘാടനത്തിന് ഉണ്ടാകും, ഉദ്ഘാടന ചടങ്ങിലുണ്ടാകും. 10:10 കൂടി വിമാനത്താവളത്തിലെത്തുന്ന നരേന്ദ്രമോദി 10:30 ഈ തമ്പാനൂരിലെത്തി ഈ വന്ദേ ഭാരതം ഫ്ളാഗ് ഓഫ് ചെയ്യുക. കേരളത്തിൽ ഓടുന്ന ഏറ്റവും വേഗതയുള്ള ട്രെയിനാകും അതോടുകൂടി തുടക്കം കുറിക്കുക. നിരവധി ട്രയൽ റണ്ണുകൾക്ക് ശേഷം ഇന്നാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം. 10:30 പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്, ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. വലിയ ഒരുക്കങ്ങളാണ് രാവിലെ മുതൽ തമ്പാനൂര് ഉള്ളത്. നിരവധി പേർ ഇവിടെ യാത്ര ചെയ്യാനും ഈ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ളവർ നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരൊക്കെ 6 മണിക്ക് മുമ്പാണ് ഇവിടെ എത്തിയത്. അത് ഈ SPGയുടെയും അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരൊക്കെയും ഇവിടെ എത്തിയത്. 6 മണിക്ക് മുമ്പ് എത്തിയത്. ഇതിനുശേഷം അതിൻ്റെ പ്രോസസ്സൊക്കെ ആരംഭിച്ച് അവരൊക്കെ അകത്തേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഇവരെയൊക്കെ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെയാണ് തമ്പാനൂരിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 10:10 വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തുക. 10:30 തമ്പാനൂരിലെത്തി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യുക. അത് ഈ വന്ദേ ഭാരതം മാത്രമല്ല, നിരവധി പ്രോജക്റ്റുകൾ, ഏതാണ്ട് 1900 കോടി റെയിൽവേ പ്രോജക്റ്റുകളുടെ ഫ്ളാഗ് ഓഫ് കൂടി ഇന്ന് നിർവഹിക്കും. ഈ വന്ദേ ഭാരതം ഏറ്റവും വേഗത്തിൽ ഓടുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളുടെ ഉദ്ഘാടനം കൂടി ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഒപ്പം കൊച്ചി ജലമെട്രോ ഇവിടെ ഇരുന്നാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം ടെക്നോസിറ്റിയിലെ സയൻസ് പാർക്കിനും പ്രധാനമന്ത്രി ഇന്ന് തിരികൊളുത്തും. അങ്ങനെ വന്ദേ ഭാരതത്തിൻ്റെ പച്ചക്കൊടിക്കൊപ്പം നിരവധി പദ്ധതികൾക്ക് കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് ഫ്ളാഗ് ഓഫ് നടത്തുക. ഇപ്പോൾ കലാകാരന്മാർ ഈ പരിപാടിയെ ഗംഭീരമാക്കാൻ, പ്രധാനമന്ത്രിക്ക് സ്വീകരണമൊരുക്കാനൊക്കെയായി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ എത്തിയിട്ടുണ്ട്. അവരെയും നമുക്ക് കാണാനാകും. അശ്വതി.